ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് കരുവാട് കറിയാണ്. കരുവാടും കത്തിരിക്കയും വാഴക്കയും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഉണക്കമീനിന് കരുവാടെന്നാണ് പറയുന്നത്. കരുവാട് കറിയിലിടാനുള്ള പച്ചക്കറികൾ അരിയാണ്. ഇത് കരുവാട് കറിയിലിടേണ്ട വാഴക്കയാണ്. ചട്ടി ചൂടായി. ഇനി എണ്ണ ഒഴിക്കുകയാണ്. കടുക്, കടുക് ഇട്ടു. അത് പൊട്ടിക്കഴിഞ്ഞ് ഇനി അടുത്ത് ഉള്ളി ഇടാണ്. പച്ചമുളക്, അടുത്ത് കത്തിരിക്ക, വാഴയ്ക്ക, ഇനി തക്കാളി, ഏപ്പില. ഇനി അടുത്ത് അരപ്പാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അരപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, അടുത്ത് പുളി, അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരപ്പ് ചേർക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കഷ്ണങ്ങളെല്ലാം വേവാൻ വേണ്ടി. അരപ്പ് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഉണക്കമീനിടാം. ഒന്ന് മറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് കരിയേപ്പില ഇട്ട് കൊടുക്കുക. ഉണക്കമീനായതുകൊണ്ട് ലാസ്റ്റിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ശകല ഉപ്പ് ഇടണം. ഇത് കറി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഉലകത്തിൽ ഒരേയൊരു സ്വർഗം, കറിവേപ്പില, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തെരണ്ടിയാണ്. ഇത് നമുക്കൊന്ന് കറി വയ്ക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 4 പച്ചമുളക് നെടുകെ മുറിച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറിക്ക് ആവശ്യമുള്ള കുടംപുളി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീനിട്ട് കൊടുക്കാം. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സ്വല്പം ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഉലകത്തിൽ ഒരേയൊരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ് കനുപറ്റ്. ഉലകത്തിൽ ഒരേയൊരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം.